ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഉനൈഫ് എന്ന് പറയുന്ന ഒരു പള്ളിയിലാണുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഉനൈഫ് എന്ന് പറയുന്ന ഒരു സഹാബിക്ക് അസുഖം ബാധിക്കുകയും അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ കാണാൻ വരികയും ചെയ്തു എന്നാണ്. ആ സമയത്ത് അദ്ദേഹം ബോധരഹിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം മരിച്ചാൽ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബോധം വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ സ്വഹാബി പറഞ്ഞു എന്നാണ്, രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കരുത്, കാരണം അത് വന്ന് പ്രയാസപ്പെടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം രാത്രി മരിക്കുകയും അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു എന്നാണ്. പിന്നീട് അതിന് കഴിഞ്ഞിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണോക്കിന് വന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരൊക്കെ കണ്ണോക്ക് തന്നാൽ അലർജിയുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണത്. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ സ്വഹാബത്തിൻ്റെ ഒരു പതിവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അവിടെ നിന്ന് ഒരു ബർക്കത്ത് എടുക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാക്കിയുള്ള വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിപ്പിക്കുകയോ അതല്ലെങ്കിൽ അവിടെ നിസ്കരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നിസ്കരിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ നിസ്കരിച്ച സ്ഥലത്താണ് ഈ പള്ളി ഉള്ളത് എന്നാണ്. പിന്നെ അതിൻ്റെ ഫലകത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന പള്ളികളിൽ ഏറ്റവും ഉയരമുള്ള 2 മീറ്ററോളം ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിരുന്ന പള്ളിയാണെന്നാണ്. ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെറിറ്റേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുനരുദ്ധാരണമൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. But all reminded before renovation, it was built in a basalt stone with a trace of the mihrab visible in ഇങ്ങനെ നല്ല കല്ലൊക്കെ വെച്ചിട്ട് നല്ല മനോഹരമായി പെടുത്ത അന്നത്തെ കാലത്ത് നല്ലൊരു പള്ളിയായിരുന്നു. മസ്ജിദ് ബനി ഉനൈഫ് എന്നാണ് കാണുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയത് ബനി അനീഫ് എന്നാണ് എഴുതിക്കണത്. ഉനൈഫാണ് എന്തായാലും. അല്ലാഹുതആല മഹാന്മാരൊക്കെ ബർക്കത്തുണ്ട്. മുത്തനബിയുടെ ചാരത്തിൽ അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.